നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ വലിയ പ്രതിഷേധം. കാസർഗോഡ് കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്കാണ് ഇപ്പോൾ SFIയുടെ പ്രതിഷേധം നടക്കുന്നത്. സംഘർഷാവസ്ഥയുണ്ട്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ പരീക്ഷ റദ്ദാക്കിയ തീരുമാനം വന്നിരുന്നു. വിദ്യാർത്ഥികളുടെ ഭാവിയെ ബാധിക്കുന്ന വിഷയമെന്നാണ് മുദ്രാവാക്യത്തിലും അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചോദ്യപേപ്പർ ചോർച്ചയിൽ വൻ കോഴയുടെ വിവരങ്ങളടക്കം പുറത്തു വന്നാണ്. നിരവധി പേർ രാജസ്ഥാനിൽ അറസ്റ്റിലാവുകയും ചെയ്തിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിനെതിരായ വലിയ പ്രതിഷേധമാണ്. അരുൺ പൂപ്പറമ്പ വിവരമായി. അരുൺ പൂപ്പറമ്പ, ഒരു ഇടവേളയ്ക്ക് ശേഷം SFIയുടെ ഒരു സമരകാലത്തിലേക്ക് കടക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധത്തിലാണ് തുടങ്ങിയിരിക്കുന്നത്. ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്കുള്ള മാർച്ച് നേരത്തെ ഒരു സംഘർഷത്തിന്റെ സാഹചര്യം കണ്ടിരുന്നു. ഇപ്പോൾ സമാധാനപരമായി നീങ്ങുകയല്ലേ? സ്മൃതി, SFI കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ടാണ് SFIയുടെ പ്രതിഷേധമുണ്ടായത്. പ്രവർത്തകർ ആദ്യഘട്ടത്തിൽ തന്നെ ഈ ബാരിക്കേഡ് മറികടന്ന് ഈ പോസ്റ്റ് ഓഫീസ് കോമ്പൗണ്ടിലേക്ക് കടക്കുകയും അവിടെ ഇപ്പോൾ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന സാഹചര്യമാണ് കണ്ടത്. ബാരിക്കേഡ് മറിച്ചിട്ടുകൊണ്ടാണ് പ്രവർത്തകർ അകത്തേക്ക് കയറിയത്. അതിനുശേഷം പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായി. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് SFI പ്രവർത്തകർ ഈ ഹെഡ് പോസ്റ്റ് ഓഫീസ് കോമ്പൗണ്ടിനകത്ത് കയറി അവിടെ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിക്കുകയാണ്. കേന്ദ്ര സർക്കാർ തുലയട്ടെ, നീറ്റ് പരീക്ഷ അട്ടിമറിച്ച കേന്ദ്ര സർക്കാരിന്റെ നടപടി, അതിനെതിരെയാണ് SFIയുടെ വലിയ പ്രതിഷേധം. സംസ്ഥാന വ്യാപകമായി തന്നെ SFIയുടെ പ്രതിഷേധം നടക്കുകയാണ്. ഇന്നലെ നമ്മൾ തിരുവനന്തപുരത്ത് കണ്ടതാണ്. SFIയുടെ പ്രതിഷേധത്തിൽ വലിയ തോതിലുള്ള സംഘർഷമുണ്ടായിരുന്നു. ഇന്ന് ജില്ലാ കേന്ദ്രങ്ങളിൽ ഹെഡ് പോസ്റ്റ് ഓഫീസുകളിലേക്കാണ് SFIയുടെ മാർച്ച് സംഘടിപ്പിക്കുന്നത്. ഇപ്പോൾ ഈ കോമ്പൗണ്ടിനകത്ത് കയറിക്കൊണ്ടുള്ള പ്രതിഷേധമാണ് ഇപ്പോഴും തുടരുന്നത്. ഒരു സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല. പ്രവർത്തകർ അകത്തേക്ക് കയറുമ്പോൾ പോലീസ് അത് തടയാൻ ശ്രമിച്ചു. ബാരിക്കേഡ് ആദ്യഘട്ടത്തിൽ തന്നെ പ്രവർത്തകർ മറിച്ചിട്ടു. അതിനുശേഷം അകത്തേക്ക് കയറുന്നതിനിടെയാണ് പോലീസ് അത് തടയാൻ ശ്രമിച്ചത്. ഈ സംഘർഷ സാഹചര്യം നേരത്തെ തന്നെ പോലീസ് മുൻകൂട്ടി കണ്ടിരുന്നു. അതുകൊണ്ട് വലിയ പോലീസ് സന്നാഹം കാഞ്ഞങ്ങാട് ഉണ്ടായിരുന്നു. നിലവിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ നേരിയ തോതിൽ ഉന്തും തള്ളുമുണ്ടായി. എന്തായാലും ഇപ്പോൾ സമാധാനപരമായാണ് പ്രതിഷേധം മുന്നോട്ട് പോകുന്നത്. കോമ്പൗണ്ടിനകത്ത് നിന്നാണ് പ്രവർത്തകർ ഇപ്പോൾ പ്രതിഷേധിക്കുന്നത്. നമ്മൾ കാണുന്നത് പോലെ പ്രവർത്തകർ കുത്തിയിരുന്നു കൊണ്ട് പ്രതിഷേധിക്കുകയാണ്. കേന്ദ്ര സർക്കാരിനെതിരെ, നീറ്റ് പരീക്ഷ അട്ടിമറിച്ച കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് പ്രവർത്തകർ പ്രതിഷേധിക്കുന്നത്. സ്മൃതി സൂചിപ്പിച്ചതുപോലെ വലിയ കാലയളവിന് ശേഷമാണ് SFIയുടെ ഇത്തരം തീക്ഷ്ണമായിട്ടുള്ള സമര പരിപാടികൾ നമ്മൾ കാണുന്നത്. 10 വർഷത്തിന് ശേഷമാണ്. ഇന്നലെ തിരുവനന്തപുരത്ത് അതിന്റെ സൂചനകൾ കണ്ടിരുന്നു. ഇന്ന് ജില്ലാ കേന്ദ്രങ്ങളിലേക്ക് ശക്തമായ സമരം വ്യാപിപ്പിച്ചിരിക്കുന്നു. ഇപ്പോൾ നേതാക്കൾ സംസാരിക്കാൻ ആരംഭിച്ചിരിക്കുകയാണ്. SFIയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായിട്ടുള്ള ബിപിൻ രാജാണ് ഈ പരിപാടി, മാർച്ച് ഉദ്ഘാടനം ചെയ്യുക. എന്തായാലും പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. നിലവിൽ സമാധാനപരമാണ്. സ്മൃതി, ശരി. SFIയുടെ പ്രതിഷേധമാണ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിലാണ് കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് SFI മാർച്ച് നടത്തിയിരിക്കുന്നത്.